ഒരു ഉൾനാടൻ ഗ്രാമഭംഗി തേടി വയനാട്ടിലേക്ക് വരുവാൻ പ്ലാനുണ്ടോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും കാണേണ്ട ഒരു ഗ്രാമമാണ് ചേകാടി. കബനി നദിയുടെ തീരത്തുള്ള ഒരു ഉൾനാടൻ വനഗ്രാമം. പുഴയുടെയും കാടിൻ്റെയും ഗോത്ര സംസ്കാരത്തിൻ്റെയും കാർഷിക സംസ്കാരത്തിൻ്റെയും നാടാണ് ചേകാടി. സമൃദ്ധമായി ഒഴുകുന്ന കബനി നദി സമ്പുഷ്ടമാക്കി മാറ്റിയ മണ്ണിലെ കാഴ്ചകൾ തേടിയുള്ള ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചേകാടിയിൽ എത്തിച്ചേർന്നു കേട്ടോ. പുൽപ്പള്ളി പഞ്ചായത്തിൽപ്പെട്ട ഒരു അതിർത്തി ഗ്രാമമാണിത്. ഇങ്ങോട്ടേക്കുള്ള യാത്ര തന്നെ ഒരു രസമാണ് കേട്ടോ. ഇരുവശത്തും ആകാശമുട്ടേ വളർന്നു നിൽക്കുന്ന വൻമരങ്ങൾ, തിങ്ങി നിറഞ്ഞു കിടക്കുന്ന കാട്, വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന ആ കാനനപാതയിലൂടെയുള്ള യാത്ര നമ്മെ കൊണ്ടെത്തിക്കുന്നത് ചേകാടിയുടെ ഈ മനോഹാരിതയിലേക്കാണ്. ഏക്കർ കണക്കിന് വയൽഭൂമിയാണ് ചേകാടിയിലുള്ളത്. പച്ചപ്പണിഞ്ഞ ഗ്രാമഭംഗിയും കൊയ്തൊഴിഞ്ഞ നെൽപ്പാടങ്ങളും നമുക്ക് നൽകുന്നത് വെവ്വേറെ അനുഭവങ്ങളാണല്ലോ. കന്നഡ ചെട്ടിമാരും അടിയാന്മാരും പണിയരും കാട്ടുനായ്ക്കരും അടങ്ങുന്ന ഒരു വലിയ ഗോത്ര സംസ്കൃതിയാണ് ചേകാടിക്ക് സ്വന്തമായിട്ടുള്ളത്. വയനാട് കാണാനെത്തുന്ന സഞ്ചാരികൾ നിർബന്ധമായും പോകേണ്ട ഇടമാണ് ഈ കുഞ്ഞു ഗ്രാമം. എന്തായാലും നമ്മൾ ഈ ഗ്രാമത്തിനുള്ളിൽ എത്തിയിട്ടോ. ഇവിടെ ഒരു ഭംഗിയുള്ള പാലമുണ്ട്. അത് കടന്നു പോയാൽ കബനി തീരത്ത് കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. അതാണ് ഉദ്ദേശം. ഇതാണ് ഞാൻ പറഞ്ഞ പാലം. വൻമരങ്ങളുടെ പച്ചപ്പിന് മുകളിൽ നീലവാനവും പഞ്ഞിക്കെട്ടുപോലുള്ള വെൺമേഘങ്ങളും കൈ ഉയർത്തി തൊഴാൻ കഴിയുമെന്നൊരു തോന്നൽ. പാലം കടന്നു ചെന്ന് ആദ്യം കണ്ട ബേക്കറിയിൽ തന്നെ കയറി. നട്ടുച്ച വെയിലിന്റെ ചൂട് സഹിക്കാനാകുന്നില്ല. എന്തൊരു ചൂടാണ്. ഞങ്ങൾ കുറച്ച് സംഭാരവും വാങ്ങിക്കുടിച്ചു. കുട്ടികൾക്ക് നാരങ്ങ വെള്ളവും കഴിക്കാനായി കുറച്ച് കടികളൊക്കെ വാങ്ങിക്കൊടുത്തു. ദാഹം തീർത്തു. ഞങ്ങൾ നദീതീരത്തേക്ക് നടന്നു. വെള്ളത്തിന് തണുപ്പും പതിയെ വീശുന്ന കാറ്റും ചൂടിനൽപ്പം ശമനം നൽകി. കുറച്ചുനേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അവിടെ കുറച്ചു കുട്ടികൾ ഞണ്ടിൻമടയിൽ കൈയിട്ട് തപ്പി നോക്കുന്നു. കുറേ നേരം ആ ചളിയിലൊക്കെ കൈയിട്ട് വാരി കളിച്ച് അവർ അക്കരയ്ക്ക് പോകാൻ ഒരുങ്ങി. 3-4 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി ചളിയിൽ പിരണ്ട് ഉടുതുണി പോലും ഇല്ലാതെ ആ കൂട്ടത്തിലുണ്ട്. വീട്ടിനകത്ത് പോലും ചെരുപ്പിട്ട് മാത്രം കുട്ടികളെ നടത്തുന്ന നഗരത്തിലെ അമ്മമാർക്ക് ഇതൊരു പുതിയ കാഴ്ചയാകും. എന്തായാലും കുറേ നേരം തപ്പി നോക്കി ഒന്നും കിട്ടാത്തതിനാലാവാം അവർ ചങ്ങാടം തുഴഞ്ഞ് അക്കരയ്ക്ക് പോകാൻ ഒരുങ്ങി. അത് തന്നെ നോക്കി നിൽക്കാൻ എന്തൊരു രസമാണെന്നോ. വെള്ളത്തിലൊന്ന് കാലിട്ടടിച്ചു കളിക്കട്ടെ എന്ന് ചോദിക്കുന്ന മോനോട് അയ്യോ കുഞ്ഞെ നീ വീണു പോകും എന്ന് പറയുന്ന എന്നെ പോലുള്ള അമ്മമാർക്ക് ആ പെൺകുഞ്ഞൊരു പാഠമാണ്. വെള്ളത്തിൽ കാലിട്ടടിച്ചും തീരത്തിരുന്ന് കഥകൾ പറഞ്ഞും ഫോട്ടോകൾ എടുത്തും വെള്ളം കയ്യിലെടുത്ത് പരസ്പരം എറിഞ്ഞു കളിച്ചും സമയം പോയത് അറിഞ്ഞേയില്ല. ഇരുട്ടും മുൻപേ വീടെത്തണമെന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ അന്നേരം യാത്ര തിരിച്ചു. തിരിച്ചു പോരുന്ന വഴിയെ ഒരിടത്ത് വൈക്കോൽ കൂനകൾ കണ്ടിട്ട് കുട്ടികൾ അത്ഭുതത്തോടെ അങ്ങോട്ടേക്ക് ഓടിയിട്ടോ. എനിക്കിത് പുത്തരിയല്ലെങ്കിലും അവർക്കിത് ആദ്യ അനുഭവം തന്നെ. കുറച്ചു നേരം അവിടെ കളിച്ച് തിമിർത്ത ശേഷമാണ് മടക്കം. ആന, പന്നി പോലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ അതിജീവിച്ച് കൊല്ലം തോറും കൃഷിയിറക്കുന്ന ഈ ഗ്രാമത്തെ നാഗരികത തൊട്ടു തീണ്ടാതിരിക്കട്ടെ. ഇവിടത്തെ കാർഷിക സംസ്കാരം എല്ലാവർക്കും മാതൃകയായിരിക്കട്ടെ. കൊയ്തൊഴിഞ്ഞ പാടങ്ങളെ നമുക്ക് കാണാനായുള്ളൂ. എങ്കിലും സാരമില്ല. പച്ചപ്പിന്റെ കാഴ്ചകൾ തേടി നമുക്കിനിയും വരാം. തൽക്കാലം വിടാം. നല്ല നല്ല കാഴ്ചകളും അനുഭവങ്ങളുമായി വീണ്ടും കാണാം. അതിനായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമന്റ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.